ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യ, നാട്ടിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് വിളിച്ചിരുന്നു. നമ്മുടെ ഗ്രന്ഥശാലയുടെ ആളുകളാ. അവരൊക്കെ ഫംഗ്ഷന് വരുന്നുണ്ട്. ആണോ? ആ, അപ്പോ മിക്കവാറും നാട്ടിൽ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ അവന്മാര് പറഞ്ഞതാ, ഞാൻ സമ്മതിച്ചില്ല. അതെന്തു പറ്റി? ആ കാര്യത്തില് എനിക്ക് കുറച്ച് വിരോധമുണ്ടെന്ന് കൂട്ടിക്കോ. ഒരുപാട് ഫ്ലെക്സ് നമ്മൾ വഴിയോരത്ത് കാണുന്നതല്ലേ, ഒരർത്ഥവും ഇല്ലാത്തത്. ആ കൂട്ടത്തില് എന്റെ പേരിൽ കൂടെ വേണ്ടാന്ന് കരുതി. അവാർഡൊക്കെ കിട്ടിയപ്പോ കവിക്ക് കുറച്ച് അഹങ്കാരൊക്കെ ആയോ? താൻ തന്നെ ഇത് പറയണം. പിന്നെ ഈ ഫംഗ്ഷന് വരുന്നു എന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. പിന്നെ അവർക്ക് തന്നെയും കാണണം. എന്നെയോ? എന്നെ കാണുന്നത് എന്തിനാ? എന്നെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയതിന്. ഈ അവാർഡ് തന്റേതല്ലേ, അപ്പൊ പിന്നെ തന്നെ കാണാതിരിക്കോ? പക്ഷേ ഞാൻ ഫംഗ്ഷന് വരുന്നില്ല. അല്ല, അതെന്താ? വരുന്നില്ല, അത്ര തന്നെ. താൻ ചുമ്മാ ഓരോന്നും പറയാതെ താൻ വരാതെ പിന്നെ എങ്ങനെയാ? ഷെടാ, ഈ നാട്ടിൽ എത്രയോ പേർക്ക് അവാർഡ് കിട്ടുന്നുണ്ട്. അവിടേക്ക് ഞാൻ പോവാറുണ്ടോ? അവരെ പോലെയാണോ ഞാൻ? അല്ല, താൻ വരാതിരിക്കാനുള്ള കാരണം എന്താ? ഞാൻ ഒരു പിണക്കോ? എന്ത് പിണക്കം? കല്യാണിക്ക് അമ്മാവനൊക്കെ എന്തൊക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞു. ഫോണിൽ വിളിച്ച കൂട്ടുകാരോടൊക്കെ ചെലവ് ചെയ്യാന്നും പറഞ്ഞു. എന്നോട് എന്താ പറഞ്ഞത്? എനിക്ക് എന്താ വാങ്ങിച്ചു തന്നത്? അയ്യോ, ഞാൻ അങ്ങനൊരു കാര്യം ഓർത്തില്ലടോ. അതാ ഞാൻ പറഞ്ഞ മറവി. സോറി. തനിക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നിത്യ, പ്ലീസ്, താൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോട് പറ. ഞാൻ പെട്ടെന്ന് എന്നെ സാധിച്ചു തരാം. ഇത്ര വെപ്രാളൊന്നും കാണിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഏയ്, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ വരത്തില്ല എന്ന് പറഞ്ഞതോ? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ആ ഫംഗ്ഷന് വന്നിരിക്കും. എന്റെ ജീവിതത്തില് ഒരു നേട്ടവും പറയാനില്ലാത്ത എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ള ഒരു കാര്യം. അവിടെ വന്ന് ഞാൻ ഞെളിഞ്ഞു നിന്നില്ലെങ്കില് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടതിന് എന്താ ഗുണം? അപ്പോ വരുമല്ലേ? വരും. ഹരി അവാർഡ് വാങ്ങുന്നത് എനിക്ക് കാണണം, സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം. അകത്ത് ജോലിയുണ്ട്, ചെല്ലട്ടെ? എന്നാലും എനിക്ക് സമ്മാനമൊന്നും തന്നില്ല.